മേറാജിന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഹബീബായ നബി തങ്ങൾ മേറാജിന്റെ യാത്രയിൽ അനേകം കാഴ്ചകൾ കണ്ടു. അക്കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ ദുനിയാവിലെ മേറാജിന്റെ യാത്രയെ പരലോകത്ത് ഞാൻ ചില കർഷകരെ കണ്ടു. ഇത് പേരാമ്പ്രയിലെ മലയോര മേഖല, ഇത് കർഷകരുടെ മേഖല. മണ്ണിനോട് പടവെട്ടുന്ന സാധാരണക്കാരനാണ്. മണ്ണിനോട് പടവെട്ടിയിട്ട് നാണ്യവിളകൾ ഉണ്ടാക്കി ജീവിക്കുന്ന പേരാമ്പ്രയുടെ പരിസര പ്രദേശത്ത് എന്റെ പ്രിയപ്പെട്ട കർഷക, നിന്നോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മേറാജിന്റെ യാത്രയിൽ ഒരു കാഴ്ച കണ്ടു. ഒരു വിഭാഗം കർഷകര് സ്വർഗത്തിന്റെ അയൽഭാഗത്ത് നിൽക്കുകയാ. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യസ്റഊന യൗമാ വയഹ്സുദൂന യൗമാ. രാവിലെ അവര് കൃഷി നട്ടു, വൈകുന്നേരമായപ്പോൾ ആ കൃഷിയുടെ ലാഭം അവര് കൊയ്തെടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാവിലെ കൃഷി ചെയ്തു, വൈകുന്നേരം. ഇവിടെ കൃഷി ചെയ്താൽ ഏറ്റവും നല്ല ചേർത്ത് വായിക്കണമെങ്കിൽ പോലും 6 മാസം വേണം, വേണ്ടേ? അല്ലേ? എനിക്ക് ബുഖാരി വേണ്ടേ? ഞാൻ നല്ല കർഷകനാ. ഞാൻ കിതാബിന്റെ പേപ്പർ മറച്ചതിനേക്കാളേറെ മമ്പട്ടിയും കൊണ്ട് വെട്ടിയ ആളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല കൃഷി ഞാൻ പറഞ്ഞുതരാൻ ചെയ്യോ? നല്ല കൃഷി പറഞ്ഞുതരാൻ ചെയ്യോ? ഒന്ന് മുഹാജിർ, ഇനി അൻസാർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രാവിലെ അവർ കൃഷി നടുകയാണ്, പക്ഷേ വൈകുന്നേരം വൈകുന്നേരം ആ കൃഷിയിൽ നമ്മൾ ലാഭമെടുക്കുകയാ. സഹോദരങ്ങളെ, ഇവിടെ ഏതെങ്കിലും ഒരു വിത്ത് കൊണ്ടുപോയി കുറിച്ചിട്ടാല് 6 മാസം കഴിയാതെ ഫലം കിട്ടുന്ന ഏത് വിത്താ ഭൂമിയിലുള്ളത്? ഇത് സ്വർഗ്ഗത്തിന്റെ വിത്താണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളാരാ? അവര് പറയും, ഞങ്ങളാരെന്നറിയോ? രാവിലെ കൃഷി നട്ടിട്ട് വൈകുന്നേരം ഞങ്ങളിന്റെ ഫലം കൊയ്ത ഞങ്ങളാരെന്നറിയോ? അൻസാറുൻ നബിയിൽ മുസ്തഫ. ഞങ്ങളെ ഹബീബായ നബിയുടെ അൻസാറുകളാ. ഇതാണ് തിരുനബിയുടെ കൂട്ടുകാർ. ഞങ്ങളെ ഹബീബായ നബിയുടെ അൻസാറുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോകുമ്പോ ആ സമയത്ത് സ്വന്തം ഭാര്യമാരെ തലാഖിട്ട് സ്വന്തം വീട് ഒടിഞ്ഞു കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഹബീബിന് കിടക്കാൻ വീട് കൊടുത്ത ആ ഭാര്യമാരെ തലാഖ് ചെയ്തു കൊടുത്ത അല്ലാഹുവിന്റെ റസൂലിനെ കൈ നീട്ടി സ്വീകരിച്ച ബഹുമാനപ്പെട്ട അൻസാർ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാന്റെ ദീനിനെ സഹായിച്ചവര് അവസാനം മക്കനബി തങ്ങളെ പിടിച്ചടക്കുമ്പോ കൈബാലയത്തിന്റെ മത്താബിരോട് അള്ളാന്റെ റസൂൽ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അൻസാറുകളെ നിന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ അൻസാറുകൾ മറുഭാഗത്ത് മാറി നിന്നിട്ട് പൊട്ടിക്കരയുകയാണ്. അള്ളാന്റെ റസൂലോട് ചെന്നിട്ട് അൻസാറുകളുടെ കവിൾത്തടത്തിലൂടെ തടം തന്നെയാ തുടങ്ങിയ കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അൻസാറുകളെ നിങ്ങൾ കരയുന്നതെന്തിനാണ് ചോദിച്ചപ്പോ ആ സമയത്ത് അൻസാറുകളുടെ മറുപടി, ഓ നബിയേ, 13 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി എല്ലാം സദഖ ചെയ്ത അൻസാറുകൾ ഹബീബായ നബി തങ്ങൾ പോവുകയാണ്. യാ റസൂലല്ലാഹ്, ഇനി അങ്ങയെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ നബിയേ. സദഖ കൊടുത്തിട്ട് മുടിയലല്ല. അൻസാറുകൾ മദീനയിലെ കർഷകരാണ്. അൻസാറുകൾ. ഈ പേരാമ്പ്രയിലെ കർഷകരോട് നബിയേ, അങ്ങീ മക്കയിലേക്ക് താമസമാക്കിയാൽ ഇനി മദീനയിലേക്ക് വരില്ലല്ലോ നബിയേ. അങ്ങേനെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞു മദീനത്തെ അൻസാറുകൾ. അല്ലാഹു നമ്മളെ അൻസാറുകളാക്കട്ടെ. ഉറക്കെ അല്ലാഹു നമ്മളെ അൻസാറുകളാക്കി പെരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിതച്ചിട്ട് നാളെ കൊയ്യുന്നവർ, ഞാൻ ചോദിക്കുകയാണ്, ഈ മലയോര കർഷകരുടെ ഇടയിൽ ഇന്ന് വിതച്ചിട്ട് നാളെ കൊയ്യാൻ ആരാണുള്ളത്? ഇൻഷാ അല്ലാഹ് അടുത്ത 3 അടയാളം പറഞ്ഞു തരാം. ഇന്ന് വിതച്ചിട്ട് നാളെ കൊയ്യാനുള്ളവരാരാണ്? ഈ സദസ്സിൽ നിന്ന് ആരാണുള്ളത് ഇന്ന് വിതച്ചിട്ട് നാളെ കൊയ്യാൻ? ആ കൊയ്ത കഥയാണ് പറഞ്ഞത്. മിനിങ്ങാണ് ഹുബ്ബ് റസൂൽ പ്രഭാഷണം തിരൂരിൽ. ആ സമയത്ത്
12 വർഷമായി നടക്കാൻ കഴിയാത്ത ആ കുഞ്ഞിന്റെ പേരിലാണ് 66,666 നേർച്ചയാക്കിയത്. ഇന്നലെ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിലാണ് ആ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എഴുതി തന്നെടുത്താറ് അന്നത്തെ രാത്രിയിൽ ഒരൊറ്റ സ്ഥലത്ത് കൊണ്ട് 12 വർഷം കൊണ്ട് കേരളത്തിന് അകത്തും പുറത്തുമല്ല ഡോക്ടർമാർ ചികിത്സിച്ച് പരാജയപ്പെട്ട കുട്ടി പിറ്റേ ദിവസം രാവിലെ 2 കാലിലേക്ക് നടക്കാൻ കഴിയുന്നത് ഇതാണ് രാവിലെ കൊടുക്കുക, വൈകുന്നേരം കൊയ്യുക. ഇൻഷാ അല്ലാഹ് ആരാണ് തയ്യാറുള്ളത്? ഈ സദസ്സിൽ വെച്ച് 32,000-ലധികം ആളുകൾ ഈ വിനീതന്റെ ഈ സദസ്സയിൽ പങ്കെടുത്തിട്ടുണ്ട്. 23 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവർ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ജബലിനൂറിന് വേണ്ടി, ഹബീബായ നബിയുടെ ഖുർആന്റെ പ്രകാശത്തിന് വേണ്ടി ആദ്യം ഈ പേരാമ്പ്രതി നിവേദനം വരുമ്പോ ഉസ്താദെ 1,06,666 രൂപ 32,000-ലധികം ആളുകൾ ഈ സദഖയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരൊറ്റ സഹാബിയുടെ കഥ പറയുന്നതിന് മുമ്പ് ആത്മാർത്ഥതയോടെ 1,06,666 രൂപ മാരകമ ക്യാൻസറാവട്ടെ, ഡോക്ടർ തല്ലിയിടാവട്ടെ, അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ ഈ പേര് കേട്ടാൽ, പോസ്റ്റർ കണ്ടാൽ 10,000 ഒരുങ്ങി നിൽക്കുന്ന ഈ സദസ്സ് എല്ലാ രാത്രിയിലും ഒരു ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 1,06,666 രൂപ ഏതെങ്കിലും ഒരു സഹോദരൻ കൈവൊക്കെ എടുത്താതെ തക്കപ്പെടുന്ന സൂര്യത്തക്കില് സൂര്യത്തക്കില് ഒരു 3 സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. ഞാൻ ചോദിച്ചോളാം എന്റെ ഉത്തരം. യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ പറയണം. പ്രസംഗത്തിന് എത്ര സമയം പ്രസംഗത്തിന് ഇരുന്ന് വരണം. സ്ഥാപനം നിവർന്നു നിൽക്കണം. 2 കൈ നെഞ്ചിൽ നിരപ്പിടി, 2 കൈ നെഞ്ചിൽ നിരപ്പിടി. എന്നിട്ട് ഈ കൈ വെള്ളയിലേക്ക് നോക്ക്. എന്നിട്ട് ആമീൻ പറയും. ഈ സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് എനിക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾക്ക് ഇത് എത്ര മോശമാകട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. ഇന്നലെ തിരൂരിൽ വെച്ച് ഉസ്താദെ ഒരു രാത്രി കൊണ്ട് 12 വർഷം നടക്കാൻ കഴിയാത്ത എഴുന്നേറ്റെങ്കിൽ അൽഹംദുലില്ലാഹ് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ആമീൻ പറയും. കൈവെള്ളയിലോട്ട് നോക്കി. എന്നിട്ട് ഈ സദസ്സിനെ തീരുമാനിക്കും. നിങ്ങൾ 10 ലക്ഷം മുടക്കിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നലെ 10 ലക്ഷം സലാത്ത് ചൊല്ലുന്നുണ്ട്. ഇന്നലെ ഈ സമയത്ത് 10 ലക്ഷമൊന്നും വന്നു ചൊല്ലിയ സലാത്ത് 1 കോടി സലാത്ത്. എന്റെ സദസ്സിൽ സദക്കതയിൽ ഓരോരുത്തർക്കും വേണ്ടി അൽഹംദുലില്ലാഹ് ദുആ ചെയ്തു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അബ്ദുൽ റസാഖ് എന്ന സഹോദരൻ റബ്ബേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട്, ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹം ഒരു മാനസിക വിഷമത്തിലാണ്. അതിന്റെ എല്ലാ കുടുക്കുകളും അടിച്ചു മാറ്റണേ അല്ലാഹ്, അടിച്ചു മാറ്റണേ അല്ലാഹ്, പൊട്ടിച്ചു കളയണേ അല്ലാഹ്, പൊട്ടിച്ചു കളയണേ അല്ലാഹ്. സർവകെട്ടുകളും തൻഹല്ലിൽ ഉഖദ്, സർവകെട്ടുകളും അടിച്ചു മാറ്റുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ കെട്ടുകൾ പൊട്ടിച്ചു മാറ്റി അദ്ദേഹത്തിന് നീ മനസ്സിന് സമാധാനവും സ്വാതന്ത്ര്യവും നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പൊന്നു മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. പഠിച്ചവനെ അല്ലാഹുവേ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് സമാധാന ജീവിതം നൽകി ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്നത് വരെ കീറി മുറിക്കപ്പെടുന്ന ലോകത്തിൽ നിന്ന് റബ്ബേ നീ കാക്കണേ അല്ലാഹ്. സയ്യിദനാ മുഹമ്മദിൻ വാലി സുബ്ബിജുമൈ. രണ്ടാമത് ഒന്ന് കൈകൊണ്ടിക്ക്. രണ്ടാമത് തക്കബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ പേരും ആഗ്രഹവും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലെത്തിച്ചത് ഉറക്കി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്.
സഫാഹത്തിനായി കുടുംബ പേരാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹു. മൂന്നാമത്തെ ആൾ ഇപ്പോഴേ തയ്യാറാവണം. മൂന്നാമത്തെ ആൾ 1,06,600 വോളണ്ടിയേഴ്സ് ഇവിടെ എടുത്താൽ ഈ ആഗ്രഹമാണ് നടക്കുന്നത്. കൈവന്നിച്ചാൽ മതി. മൂന്നാമത്തെ സലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ കഴിയുമ്പോൾ ഇതിലെ മൂന്നാമത്തെ ആൾ അവർ ഗുഹയിലിരിക്കുമ്പോ 2 പേർ സാനിയത്തിനെ അള്ളാന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ആൾ ഇന്നല്ലാഹ സാലിസു, അള്ളാഹുവാണ് മൂന്നാമത്തെ ആൾ എന്ന് വിശുദ്ധ ഖുർആൻ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിലെ ഒരു പരിഹാരം അള്ളാഹു ഇവിടെ വെച്ചാണ് ഒരു സഹോദരനെ തീരുമാനിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ആൾ ഈ സദസ്സിൽ നിന്നുണ്ടാകും. ഉറപ്പാണ്. അള്ളാഹു സ്വീകരിക്കണേ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ 4000 വർഷങ്ങൾക്കപ്പുറം മക്കയിലൂടെ നടന്നുപോയ ഒരു കുടുംബത്തിന്റെ ത്യാഗസ്മരണയുടെ പേരാണ് സഫാമല. അല്ലാഹുവേ സഫ എന്ന ഈ കുടുംബത്തെയും റബ്ബേ നാളെ സ്വർഗത്തിലെ കുടുംബമായി നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബേ അദ്ദേഹത്തിന്റെ മനസ്സിലേതാഗ്രഹമാണോ ഈ മഹത്തായ സ്ഥാപനത്തിൽ 1000-ലധികം വിദ്യാർത്ഥികൾ ഖുർആനും ഹദീസും പഠിക്കുമ്പോ അതിന്റെ പ്രതിഫലം സഫ എന്ന കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ കബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. കച്ചനച്ചങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ പൊന്നുമക്കളെ നീ സാലിഹീങ്ങളാക്കി സൽസ്വഭാവികളാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. എന്തെങ്കിലും ലോകങ്ങളെന്തെങ്കിലും ശിവയാക്കണേ റബ്ബേ. ഏത് ഡോക്ടർമാര് തല്ലിക്കളഞ്ഞതാണെങ്കിലും ആര് കൈവിട്ടതാണെങ്കിലും അല്ലാഹുവേ അത് നീ പൂർണ്ണ ശിവയാക്കി കൊടുക്കണേ റബ്ബേ. മരണം വരെ കണ്ണ് നിറയാതെ കൽബ് പടയാതെ മക്കളോടൊത്തും ഭാര്യയോടൊത്തും അല്ലാഹുവേ സമാധാന ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ ഹബീബായ നബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കോരി കുടിച്ച് ആ നബിയുടെ പട്ടയക്കാരനായി അല്ലാഹുവേ നീ ഹസൈനാരെന്ന സഹോദരനെ കബൂലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം 1,06,666 എടുത്തിട്ട് തിരുനബിയുടെ കൂട്ടുകാരനാവാനാണ്. റബ്ബേ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ നിന്ന് കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് ആ സ്വർഗത്തിന്റെ സ്വർണ്ണക്കെട്ടിന് ഈ ഭൂമിയിൽ ഒരുമിച്ച് ജീവിച്ചതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിപ്പിക്കണേ തമ്പുരാനെ. സയ്യിദുനാ മുഹമ്മദിൻ വാരിസ് അജ്മഈൻ. മൂന്നാമത്തെ റസാഖ് സാഹിബിന്റെ ജ്യേഷ്ഠൻ കരിമ്പിൽ പോയി അസീസ് സാഹിബ് 1,66,666 അതെ 1,06,666 അതോ 1,66,666 എഴുതിയിരിക്കുന്ന 1,66,666 രൂപയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി മൂന്നാമത്തെ സുബ്ഹാൻ അല്ലാഹു കബൂലാക്കട്ടെ. ഉറക്കെ നമ്മളിവിടെ ഇരുന്നോളി ആമീൻ പറഞ്ഞോളി. അല്ലാഹു സ്വീകരിക്കുറപ്പ്. അല്ലാഹു സ്വീകരിക്കുറപ്പ. 3 സലാത്തിന്റെ ഇപ്പൊ കാണാതെ പോയ കുട്ടി അപ്പൊ തന്നെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ട സദസ്സാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാനുള്ളതാണ്. ഉറക്കെ ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലാം. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അബ്ദുൽ റസാഖ് എന്ന ആദ്യം പറഞ്ഞ സഹോദരന്റെ ജ്യേഷ്ഠനാണ്. കരിമ്പിൽ പോയി ലസീദ് സാഹിബ് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ പ്രതീക്ഷയോടെ അദ്ദേഹം വളർത്തുന്ന മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ പൊന്നുമോൻ ഇസ്മായിൽ നബിയെ പോലെ അല്ലാഹുവേ സൽസ്വഭാവികളാക്കണേ തമ്പുരാനെ.
അല്ലാഹുവേ ഉപ്പയ്ക്ക് ഉമ്മയ്ക്ക് കൺകുളിർമയേകുന്ന മക്കളാക്കണേ അല്ലാഹ്. ഈ 10,000 സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ആ മക്കൾക്ക് മരണം വരെ ഒരു രോഗവും വരുത്തല്ലേ തമ്പുരാനെ. ഇന്നലെ തിരൂര് വളർന്നിട്ട് പോകുമ്പോ ഒരു പിതാവ് ഉസ്താദെ 8 വർഷം നേർന്ന് കിട്ടിയ പൊന്നുമോളാണ്. ഒരസ്വസ്ഥകാരനെത്താല് അവർ ധൈര്യം പരിശോധിക്കുമ്പോ മോൾക്ക് ഒരു രോഗവുമില്ല. പക്ഷേ ആ പൊന്നുമോളുടെ ഹൃദയത്തിന് ശരീരത്തിന് വളരുന്ന ഹോർമോണ് പുരുഷന്റേതാണ്. കാണാൻ സുന്ദരിയായ പൊന്നുമോൾ, മുഖവും ശരീരവും അവയവങ്ങളുമെല്ലാം പെണ്ണിന്റേത്. വളരുന്ന ഹോർമോൻ ആണിന്റേത്. ഇനി ആരായി വരുമോ പെണ്ണിനാണിന്റെ രൂപവിവേശങ്ങൾ. അല്ലാഹുവേ ആരും അറിയാത്ത രോഗം പോലും പടർന്നു പിടിക്കുന്ന കാലം റബ്ബേ എന്റെ കൺമണികൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് ഹദീസ് തന്നത്. റബ്ബേ ആ മക്കൾക്കൊരു രോഗവും വരുത്തല്ലേ അല്ലാഹ്. നാളെ ഉപ്പ മരിച്ചാല് മയ്യത്ത് നിസ്കരിക്കുന്ന ഹാഫിളീങ്ങളായ മക്കളാക്കണേ റബ്ബേ. പടച്ചവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഒരു പ്രയാസവും വരുത്തല്ലേ അല്ലാഹ്. സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 4ാമത്തെ ആയത് ഖുലഫാഉർ റാഷിദീങ്ങളെ 4 പേര്. ആ 4 പൂർത്തിയാവട്ടെ ഇൻഷാഅല്ലാഹ്. 4ാമത്തെ 1,06,666 രൂപ ഇപ്പൊ വാഗ്ദാനം ചെയ്ത് പിന്നീട് കൊടുക്കും. ഉസ്താദേ 4ാമത്തെ ആൾ ഞാനാണ് എന്ന ആഗ്രഹത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കൈവക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരി 4ാമത്തെ ആൾ ഈ സദസ്സിൽ നിന്ന് അള്ളാഹു കബൂലാക്കട്ടെ. ഒരു കാര്യം ഉറപ്പ്, അഹ്മദ് കബീർ ബാക്കവി എന്ന് വരെ വേണം പറയുന്നു, ആ സദസ്സിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദുആ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതേവരെ നടക്കാത്ത സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വിറ്റുപോകാത്ത ധാരാളം സഹോദരങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് ഈ സദഖയുടെ ബറക്കത്തുള്ള അല്ലാഹു വൻ ലാഭത്തിന് വെച്ചു കൊടുത്ത എത്രയോ സഹോദരങ്ങൾ അല്ലാഹു കബൂലാക്കട്ടെ. 4ാമത്തെ ആളാണ് ഇൻഷാ അല്ലാഹ്. അമ്മക്കെ ഈ സദസ്സിൽ നിന്ന് 4ാമത്തെ ഇസ്മായിൽ കമ്മന എന്ന് എടുത്ത സ്ഥലം അത് കുടുംബപ്പേരാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഓരോ തക്ബീർ ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد والآل أهل البيت سلم. ഞാൻ കൂടുതൽ പിരിച്ചോണ്ട് നിൽക്കില്ല, ഞാൻ പ്രസംഗത്തിലേക്ക് കടക്കും. ഈ സദസ്സിൽ 32,000 പേരിൽ ഒരാളായി മാറാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ അത്ഭുതമാണ്. അള്ളാഹു നടത്തിത്തരട്ടെ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചിട്ട് ഞാൻ പ്രസംഗത്തിലേക്ക് കിടക്കും. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചതമ്പുരാനെ ഇസ്മായിൽ കമ്മന എന്ന സഹോദരൻ ഏതാഗ്രഹത്തിൽ ഇത് പറഞ്ഞു, അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ തമ്പുരാനെ, ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. എന്തെങ്കിലും ശാരീരികമോ മാനസികമായ പ്രയാസമുണ്ടെങ്കിൽ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. മക്കളെ നീ ശാരീരികങ്ങളാക്കണേ അല്ലാഹുവേ. കീറി മുറിക്കപ്പെടുന്ന രോഗം ഒരിക്കലും വരുത്തല്ലേ അല്ലാഹ്. ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് സമാധാന ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. 5ാമത്തെ ആളാണ്. 5ാമത്തെ ആൾ കരിമ്പിപ്പൊയിൽ യൂസുഫ്. ഇന്ന് ഭക്ഷണം കഴിച്ച വീട്ടില് യൂസുഫ് ഖത്തറിൽ അല്ലേ, എന്നെ വിളിച്ചിരുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 6,000 കഴിഞ്ഞ അണ്ടിക്കോട് എന്നെ കോളേജ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അബ്ദുള്ള മുഹമ്മദ് സാഹിബ് ഒരു ക്വിസ് മത്സരം നടത്തി. അതിന് 1,00,000 രൂപ സമ്മാനം കിട്ടിയതവനാണ് നിയാസിന് അല്ലെ, യൂസുഫ് സാഹിബിന്റെ മോന്. 1,00,000 രൂപ വെറുതെ എന്റെ കോളേജിൽ നിന്ന് കിട്ടിയതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, നല്ല വിജയം കൊടുക്കട്ടെ. യൂസുഫ് സാഹിബ് 1,06,600 തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 2 പേരും കൂടെ 7 പേരാണ് അർഷിന്റെ തടല് കിട്ടുന്ന. 7 ആയാൽ ഇപ്പൊ അത് വന്നു. നിങ്ങൾ അങ്ങോട്ട് പോയി പോണ ആളുകൾ ഇരിക്കാൻ പോവാ, എല്ലാവരും ഒക്കെ ഇരിക്കും. പ്രസംഗിച്ച്
അവസാന സ്ഥലത്തിൽ സ്ഥാപനവും നടക്കണം, വരുന്ന ആളുകൾക്ക് പ്രസംഗവും കേൾക്കണം. രണ്ടും ഇൻഷാല്ലാ നടക്കും. ദുആയും കിട്ടണം. ഒരു 2 പേര് കൂടി അള്ളാഹു സ്വീകരിക്കട്ടെ. യൂസഫ് സാഹിബ് അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ സദഖ സ്വീകരിച്ച് പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ നീ ബുദ്ധിയോടെ റബ്ബേ സന്മാർഗത്തിൽ നടത്തണേ അല്ലാ. റബ്ബേ നടത്തി കൊടുക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. ഭാര്യ നീ സാലിഹാത്തുകളിലാക്കണേ അല്ലാ. മകനെ ഹാഫിളാകണമെന്ന് ആഗ്രഹമുണ്ട്. 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ഹാഫിളാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ രോഗത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ഇടങ്ങേറിൽ നിന്ന് റബ്ബേ കാക്കണേ തമ്പുരാനെ. മുഹമ്മദ് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി കടം വീടാൻ വേണ്ടി, മക്കൾ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യാൻ 1,6,666 അള്ളാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ فاغتفت منه البدور مثل عسرك ما رأينا قد يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരന് ഒരാഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഈ സ്വലാത്ത് കൊണ്ട് പറഞ്ഞതാണ് റബ്ബേ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ നടപ്പാക്കി കൊടുക്കണേ റബ്ബേ. എന്ത് തടസ്സമാണോ മാറ്റണേ അല്ലാ. മക്കളെ നന്നാക്കി കൊടുക്കണേ റബ്ബേ. സൽസ്വഭാവികളാക്കി ദുസ്വഭാവവും വരുത്തല്ലേ അല്ലാ. റബ്ബേ ജീവിതത്തിൽ ആ മക്കളെ ഏറ്റവും നന്മയുള്ള മക്കളാക്കി നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മുഹമ്മദ് മാലിസുജിമയി 7ാമതൊരു സഹോദരൻ തെന്നാലിൽ ഇസ്മായിൽ സാഹിബ് പയ്യോളി, തെനങ്കാലിൽ ഇസ്മായിൽ സാഹിബ് പയ്യോളി അള്ളാഹു സ്വീകരിക്കട്ടെ. 7ാമത്തെ സഹോദരൻ തഖബ്ബലല്ലാഹ്. ഇൻഷാല്ലാഹ് ഇതും കൂടെ ദുആ ചെയ്തിട്ട് നമുക്ക് കുറച്ച് വാഴ പറയാം. അള്ളാഹു കബൂലാക്കട്ടെ. ഉറക്ക ഒരു 3 സലാത്തും ഒന്ന് ഉസാറായിട്ട് ചെയ്തി, ഉസാറായിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ആ ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിന്റെ സമ്പത്തിന് നീ സദഖ നൽകുമ്പോ റബ്ബേ കബൂലാക്കണേ അല്ലാ. ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന തമ്പുരാനെ അത് നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾക്ക് ഒരവധി വരുത്തണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടിലെ ഏറ്റവും നല്ല കുടുംബമായി, സമാധാനമുള്ള കുടുംബമായി റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. سيدنا محمد وآله وصحبه أجمعين. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നേരിടുന്ന 8ാമത്തെ ആള് ഇൻഷാ അല്ലാഹ് ഒരു 3 സഹോദരങ്ങൾ PKV കുഞ്ഞഹമ്മദ് സാഹിബ് കീഴ്പയ്യൂർ, ജസ്ന മുഹമ്മദ് കരിമ്പിൻപയിൽ യൂസുഫ് മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാം. ഇപ്പൊ തന്നത് 2 പേര് PKV കുഞ്ഞഹമ്മദ് സാഹിബ്, ജസ്ന മുഹമ്മദ് ഓരോ 1,00,000 രൂപ വരെ അവർ 2 പേരും അനുവദിക്കുക. എന്റെ നിയത്തോട് 1,06,666 ആക്കിയിരിക്കുകയാണ്. ഒരു കഴിവില്ലേ കടനെ ഞാൻ തന്നോളാം. അതായത് 6,566 ഇല്ലാത്തൊരു പരിപാടി ഇല്ല നമുക്ക്. 32,000 പേര് അതിൽ പങ്കെടുത്താണ്. എന്റെ മുഹമ്മദ് സാഹിബ് ഉണ്ടോ? ഇവിടെ മുഹമ്മദ് സാഹിബ് ഉണ്ടോ? എന്റെ ഞാൻ ആക്കിക്കൊണ്ട 1,06,666 ആ തക്കപ്പുറം. ഞാൻ ജസ്ന
ജസ്ന മുഹമ്മദ് സാഹിബാണത്. ആ പിന്നെ PKV കുഞ്ഞമ്മദ് സാഹിബ് അല്ലെ? PKV കുഞ്ഞമ്മദ് എന്ത് PKV 1,06,600 സ്ഥലം വെച്ചു പോകാൻ പറ്റും. അതും കൂടെ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. 9 സഹോദരങ്ങൾ 1,06,666 അള്ളാഹുവെ സ്വീകരിക്കണേ. അള്ളാഹു ഈ സദസ് ഈ പാതിരാത്രി റബ്ബെ ആകാശത്തേക്ക് കയ്യെത്തി ദുആ ചെയ്യുമ്പോൾ ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭൂമി നല്ല വിലയിൽ നീ വിറ്റുകൊടുക്കണേ തമ്പുരാനെ. വിറ്റുകൊടുക്കണേ തമ്പുരാനെ. തടസ്സങ്ങൾ മറിച്ചുകൊടുക്കണേ അള്ളാഹുവേ. കുഞ്ഞഹമ്മദ് സാഹിബിന്റെയും ജസ്ന മുഹമ്മദ് സാഹിബിന്റെയും കുടുംബത്തിന് ഐശ്വര്യം നൽകണേ അള്ളാഹ്. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖൈർ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും നീ അറിഞ്ഞു കൊടുക്കണേ അള്ളാഹുവേ. അവരെ മക്കളെ പൊന്നുമക്കളാക്കി വളർത്തിക്കൊടുക്കണേ റബ്ബേ. സാമ്പത്തിക മേഖല ഏതാണോ അതിനെ മുഹമ്മദിൻ ഇങ്ങോട്ട് നോക്കി വിഷയം രണ്ട് നടത്തുന്നില്ല. ഇനി വിഷയം കേട്ടോളി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വിഷയത്തിന്റെ 11 നക്ഷത്രങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. 11 നക്ഷത്രം അതൊരു ബറക്കത്താണ്. ഇപ്പൊ 9 നക്ഷത്രങ്ങൾ ഇവിടെയായി. 1,06,600. ഇതൊരു 2 നക്ഷത്രം കൂടെ വേണം. ഈ കൂടിയിരിക്കുന്നവരിൽ നിന്ന് ഏതെങ്കിലും 2 പേർ ഞാൻ സലാത്ത് ചെല്ലും. ഇത്രയും 3 സലാത്തിൽ തന്നെ എത്ര സലാത്ത്? 2 പേർ വഴിക്ക് പോകാനോ ക്യാൻസർ മാറാൻ 17 ദിവസം ആയുസ് പറഞ്ഞ കുട്ടി പോലും അൽഹംദുലില്ലാഹ് 8 മാസമായി ജീവിച്ചിരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ വട്ടോളിയിൽ വന്നു പറയുന്നു, ആ സഹോദരി അള്ളാഹു അവരെ കബറിടം വിശാലമാക്കട്ടെ. ദേവി ഹോസ്പിറ്റൽ 9ാം നിലയിൽ പോകുമ്പോൾ മരണം ഉറപ്പിച്ചത് 1 മണിക്കൂർ. വീണ്ടും അവർ കുറെ നാള് അസുഖമൊക്കെ മാറി മക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു. സന്തോഷത്തോടെ വിട പറഞ്ഞു. അള്ളാഹു സഹോദരിയുടെ കബറിടം വിശാലമാക്കട്ടെ. എന്റെ ക്യാസറ്റ് കേട്ട് ആ ക്യാസറ്റ് എല്ലാവർക്കും വിതരണം ചെയ്ത സഹോദരി. പക്ഷേ അവരുടെ മയ്യത്ത് നിസ്കരിക്കാനുള്ള നിയോഗം എനിക്ക്. വട്ടോളിയിലെ ആ പെണ്ണ്, ഞാൻ എന്റെ ജീവിതത്തിൽ കാണാത്ത സ്ത്രീ. ആ ഒരു സ്നേഹം, വളർന്നുള്ള സ്നേഹം. ക്യാൻസറിന്റെ കിടക്കയിൽ കിടന്ന് പെടയുമ്പോഴും പറഞ്ഞ് എനിക്ക് ബാക്കി വിസ്താരം നേരിട്ട് കാണണം. ഞാൻ ആ സമയത്താണ് വട്ടോളിയിൽ വരിക. ക്യാൻസറിന്റെ വേല ബേബി ഹോസ്പിറ്റലിൽ 9ാം നിലയിൽ കാണാൻ പോകുമ്പോൾ അവസാന സമയത്ത് സംസാരിക്കാൻ പോലും കഴിയില്ല. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇനി എനിക്ക് മരിച്ച കുഴപ്പമില്ല, ഉസ്താദിനെ നേരിട്ട് കണ്ടത്. 1 മണിക്കൂറാണ് ഡോക്ടർ നായിക്കുന്നത്. ഷാജഹാൻ സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കും. അള്ളാഹു ഭാര്യയെ സ്വർഗത്തിൽ കാണും. ഷാജഹാൻ എന്ന പേര് എനിക്ക് ഓർമ്മയുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അവസാനം അന്ന് സദസ്സിന് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് പിന്നെ 10-25 ദിവസം ഒരു മക്കളുടെ കൂടെ താമസിച്ചു. ഞാൻ കോഴിക്കോട് ന്യൂ ഇയർ പ്രഭാഷണത്തിന് ഞാൻ കോഴിക്കോട് എത്തുമ്പോൾ അവർ മരിച്ചു. അൽഹംദുലില്ലാഹ് പോയി മരിച്ചു. അള്ളാഹു എല്ലാവിധ മഗ്ഫിറത്തും നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊരു ബന്ധമാണ്. 2 പേരും കൂടി ഇൻഷാ അല്ലാഹ് വോളണ്ടിയേഴ്സിനോട് പറഞ്ഞാൽ മതി. ഇതിന്റെ ഇടയിൽ എത്തിക്ക് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യൂസുഫിന്റെ ഭാര്യ ഒരു വളയാണ്. ചോദിക്കോട്ട് ഒന്നാൻ വേണ്ടിയായിരുന്നല്ലോ. പെണ്ണുങ്ങൾ ആ വളയൊക്കെ ഊര് എന്തിനായിട്ട് നടക്കണേ? ഞാൻ ഇപ്പൊ ചോദിക്കാം, വളയൊക്കെ ഉള്ള ഊരി വെക്കിണ്ടാവും. അത് ഇറുകിയിട്ട് കിടക്കുകയായിരുന്നു. പൊട്ടിക്കാനുള്ളവർ പൊട്ടിക്കുക, പൊടിക്കാനുള്ളൊരു ഒടിക്കുക. ഇങ്ങോട്ട് ഊരിയല്ല, ഇതേപോലെ വളയിട്ട് വരാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ 3 കാര്യം പറഞ്ഞ് നിങ്ങളെ തൃപ്തിപ്പെടുത്തുകയും എനിക്ക് വേണം. 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കപ്പലിന്റെ ദിശ തുടങ്ങി ഉണ്ടായിട്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച് 2ാമത്തെ അടയാളമായി തിരുനബിയുടെ കൂട്ടുകാർ ഖുർആൻ പറയാൻ അള്ളാഹുവിന്റെ എതിരാളികളോട് കർക്കശമായ നിലപാട് സൂചിപ്പിക്കുന്നതിനോടൊപ്പം അവർ പരസ്പരം സ്നേഹിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, ഈ സ്നേഹമുണ്ടാവുക. ഏത് സ്നേഹമെന്നറിയോ? രണാങ്കണത്തിന് രക്തചാലികളെ ചാലിപ്പിടിയിട്ട് കിടക്കുകയാ. വെള്ളം എന്ന് നിലവിളിക്കുമ്പോ ആ സമയത്ത് ഒരു കുപ്പി ഒരു കോപ്പയിലെ വെള്ളവുമായി വരുന്ന തന്റെ പ്രിയപ്പെട്ട അവസാന മരണത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് തള്ളി വീഴുമ്പോ വെള്ളം തന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോ
ആ സമയത്താൻ അടുത്തുള്ള സഹോദരൻ വെള്ളമെന്ന് നിലവിളിക്കുക. ആങ്ങെങ്ങാണ് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എന്റെ കൂട്ടുകാരനോട്, എന്റെ സഹോദരനോട്. ആ സഹോദരന്റെ അടുക്കിലേക്ക് വെള്ളം കൊണ്ടുപോയി. അപ്പോഴാണ് തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരൻ ഇറങ്ങുന്നത് കേൾക്കുന്നത്. അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുക. സഹോദരങ്ങളെ ലോക ചരിത്രത്തിന് ചരിത്രകാരന്മാർ ഏറ്റവും അത്ഭുതമായി രേഖപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ആളുടെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. ആ വെള്ളവുമായി ആദ്യത്തെ ആളുടെ അടുക്കൽ വരുമ്പോ അദ്ദേഹവും മരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ആളുടെ അടുക്കൽ പോകും, അദ്ദേഹവും മരിച്ചു കഴിഞ്ഞു. സാഹോദര്യത്തിന് അടയാളമായി ആ ഒരു കോപ്പ വെള്ളം ബദറിന്റെ രണാങ്കണത്തിൽ വെറുതെ കിടന്നു. പക്ഷേ പള്ളിക്കമ്മറ്റുകളിൽ പോലും വിശുദ്ധമായ റമദാന്റെ രാവുകളിൽ പോലും കത്തിക്കുത്തി നടത്തുന്ന സമുദായമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്താരാ, അവര് പരസ്പരം സ്നേഹിക്കുന്നവരാ. അല്ലാഹു നമുക്ക് സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉറക്കെ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. പരസ്പര സ്നേഹമില്ലാത്ത കൂടപ്പുറപ്പുകൾ തമ്മിൽ പോലും ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കൾ പോലും പരസ്പര സ്നേഹമില്ല. ആ സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാഹു നമുക്ക് ആ സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ ഇനിയുള്ള രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ടത്, അതും പറയാം. അല്ലാഹു നമുക്ക് സ്നേഹം തരട്ടെ. ഉറക്കം പറ. നിങ്ങളുടെ പരസ്പര സ്നേഹത്തിന് ഒരൊറ്റ ഹദീസ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ, സലാസത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ ലാ യുർഫഉ അമാലുഹും ഫൗക റൂസിഹിം ശിബറാ. അവരെത്ര സൽക്കർമ്മം ചെയ്താലും, അവരെത്ര ഹജ്ജ് ചെയ്താലും, അവരെത്ര നോമ്പ് പിടിച്ചാലും, ഏതൊക്കെ സൽക്കർമ്മം അവരെ ചെയ്താലും, അവരെ ചെയ്ത സൽക്കർമ്മങ്ങൾ അവരുടെ തലയുടെ ഒരു ചാണപ്പുറത്തേക്ക് ആകാശത്തിലേക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പോകില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് വിഭാഗം ആളുകൾ. അവർ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് നോക്കണേ, സഹോദരിമാര് നോക്കണേ. മൂന്ന് വിഭാഗം ആളുകൾ. അവരത്ര പർദ്ദ ധരിച്ചിട്ടും, അവരത്ര മക്കളെ കെട്ടിയിട്ടും, അവരത്ര ഹജ്ജ് ചെയ്തിട്ടും, അവനത്ര സദക്ക കൊടുത്തിട്ടും, അവനെത്ര നിസ്കരിച്ചാലും അവന്റെ സൽക്കർമ്മം പരമാവധി പോയാൽ ഇത്രയും പോകും. എത്ര? തലയുടെ മുകളിലേക്ക് ഒരിച്ചാൻ പോയാൽ അത് സ്വീകരിക്കോ? സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ എവിടം വരെ പോകണം? എവിടം വരെ പോകണം? തരാൻ പറയും. എവിടം വരെ? كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون. ഒരാളുടെ സൽക്കർമ്മം ഇല്ലീൻ വരെ എത്തിയാലേ അത് അല്ലാഹു സ്വീകരിക്കൂ എന്ന് വെച്ചിട്ട് ഖുർആൻ. എവിടെ എത്തണം? ഇല്ലീൻ ഏഴാകാശം അപ്പുറത്ത് പോകണം, എന്നാലേ സ്വീകരിക്കൂ. പക്ഷെ മൂന്ന് വിഭാഗം ആളുകൾ അവർ എത്ര ചെയ്താലും അത് ഈ ഒരു ചാണുകളെ പോകാൻ അപ്പുറത്തോട്ട് പോകില്ല. അല്ലാഹു കാക്കട്ടെ. മോനെ ചെയ്യുന്നത് മുഴുവൻ അസ്ഥിരപ്പെട്ടു പോയാൽ അല്ലാഹു കാക്കട്ടെ. ഉറക്കെ അല്ലാഹു കാക്കട്ടെ. മൂന്ന് പേരെ പറയട്ടെ. ഇപ്പൊ തെറ്റ് നിങ്ങൾ പറയട്ടെ. ഒന്ന് റസൂലിന് അമ്മക്കോമന് ഒന്നാമത്തെ ആൾ, അയാളൊരു നാടിന്റെ ഭരണാധികാരിയാണ്. പക്ഷെ അനുയായികൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല. ആളുകൾ ഇഷ്ടമില്ലാതിരുന്നിട്ടും ഏകാധിപത്യത്തോടെ അധികാരത്തിന് തുടങ്ങുന്ന ഏകാധിപതി അവൻ എത്ര വലിയ സൽക്കർമ്മം ചെയ്താലും അവന്റെ സൽക്കർമ്മം ഒരു മുകളിലേക്ക് പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇസ്ലാമിന്റെ ജനാധിപത്യമാണ് ഏകാധിപതി. അവൻ അധികാരത്തിൽ തുടങ്ങുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നിട്ടും അവൻ അവന്റെ പവർ കൊണ്ട് പിടങ്ങുകയാണ്. അവൻ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അതെനിക്ക് വേണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് ഇസ്ലാമാണ്. ഇത് പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് പഠിക്കാൻ നമ്മൾ തോക്കിന്റെ മുനയിൽ ജനാധിപത്യം നടത്തുന്നവരാണ്. കൈക്കരുത്തിൽ അധികാരം നിർത്തുന്നവരാണ്. പാടില്ല. തൊപ്പിയില്ലാത്ത ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കും പറയാൻ നെക്സ്റ്റ് ഗ്ലാമറിലൊക്കെ നിൽക്കണ്ടേ? മനുഷ്യന്മാരായിരുന്നു. ഫേസ്ബുക്കിലെ തൊപ്പിയൊന്നും ഇല്ലാത്ത ഫോട്ടോ അല്ലേ തന്നെ എനിക്ക് പേടിയാ. ഒരു ദിവസം ഞാൻ എന്റെ ഷോപ്പിൽ ഇരിക്കുമ്പോ ഒരു പയ്യൻ എന്നെ കൊണ്ടുവന്നിട്ട് പെർത്തി ഒഴിച്ചിരുന്നു ഗ്ലാസ്സിൽ.
ഞാനത് കുടിക്കാൻ പോയപ്പോഴാണ് എന്റെ പടത്തോടെ ഞാൻ ഓർത്തില്ല. എങ്ങാനും ഫോട്ടോ എടുത്ത് കൊടുത്ത ഇത് പെപ്സിയാന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ ഒന്നും കുടിച്ചില്ല. അള്ളാഹ് വേണ്ടിയിട്ട് ഈ പോപ്പുലാരിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത വരും. അങ്ങനെയൊന്നുണ്ട്. കാരണം നമുക്കൊരു വീഴ്ചയുണ്ടായ അപ്പോൾ അറിയും. വാജ്പേയിക്ക് മുട്ടുവേദന നമുക്ക് ലോകം മുഴുവൻ അറിഞ്ഞു. എന്റെ ഉമ്മാക്ക് മുട്ടുവേദന 18 വർഷം ആരെങ്കിലും അറിഞ്ഞു. വാജ്പേയിക്ക് മുട്ടുവേദന നമുക്ക് ലോകം മുഴുവൻ. ഇവിടെ മുട്ടുവേദന എത്ര പേർക്കുന്നു? 6 പേരില്ല. പോപ്പുലാരിറ്റി കൂടുന്നതിനനുസരിച്ച് ന്യൂനതയും കൂടും. ഇസ്ലാമിന്റെ ജനാധിപത്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാരാണെങ്കിലും ഏകധികാര സ്ഥാനത്തിലാണെങ്കിലും ഏകധികാര സ്ഥാനത്തിൽ തുടരാൻ പാടില്ല. പിന്നെ അവൻ ചെയ്യുന്ന ഒരു സൽക്കർമ്മം അള്ളാഹു എന്ന് തുടരുന്നവൻ മനസ്സിലാക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 പെണ്ണുങ്ങൾ ഇങ്ങോട്ട് നോക്ക്. 2 ഇങ്ങോട്ട് നോക്ക്. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് നോക്ക്. 2 വമ്രത്തുന്നൊരു പെണ്ണ് അവൾക്ക് ഒരു രാത്രി കഴിഞ്ഞ് കിടന്നു. അവൾ അവളുടെ ഭർത്താവിനോട് പിണങ്ങി കഴിയുകയാണ്. സ്വന്തം ഭർത്താവിനോട് പിണങ്ങി 24 മണിക്കൂർ കഴിഞ്ഞു. തന്റെ ഭർത്താവ് കട്ടിലിന് വേദനിച്ച് കിടക്കുമ്പോ ആ സമയത്ത് പാതിരാത്രി മുസല്ല വിരിച്ചിട്ട് ഒരു ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കുകയാ. ആ നിസ്കാരം പെണ്ണേ നിന്റെ തലയുടെ ഒരു കാമുകളിലേക്ക് പോവുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആണുങ്ങളെ തിരി നോക്ക്. സന്തോഷമായി. ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എന്നിട്ട് തിരിച്ചും ഭാര്യ പണങ്ങി കിടക്കുക. ഭർത്താവ് പള്ളിയിൽ വന്നിട്ട് ഈ ഒരപ്പാണ് വേണ്ട. ഭാര്യ പണങ്ങി കിടക്കാൻ. കാരണം ഭാര്യയോട് ഇവൻ മിണ്ടൂല. ഇവൻ ആകെ സ്നേഹം ഭാര്യയോടല്ല, അയൽപക്കക്കാരന്റെ ഭാര്യയോടാണ്. എന്നിട്ട് അവൻ പള്ളിയിൽ വന്നിട്ട് നിസ്കാരപ്പായിൽ കിടന്നിട്ട് അവൻ ആരാ? അവൻ വലിയ കുത്തുമ. നടക്കൂല മോനെ, നടക്കൂ. ഇത് ഇസ്ലാമാണ്. തിരിച്ചും നിങ്ങളങ്ങനെ തിരിക്കണ്ട. ഒരു ഭാര്യ അവള് ഭർത്താവുമായിട്ട് പിണങ്ങി. ഒരു ഭാര്യ ഭർത്താവും എത്ര ദിവസം പിണങ്ങിയിരിക്കുക? എത്ര ദിവസം വേണം? 24 ദിവസം. എങ്ങനെയാണ് പറയാൻ കഴിയാം? 24 മണിക്കൂർ. 2 മുസ്ലിമീങ്ങൾ തമ്മിൽ 3 ദിവസം കൂടുതൽ പിണങ്ങിയിരിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താവും തമ്മിൽ പെട്രോൾ പമ്പുമാര് 24 hours. അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അഞ്ചത്തിന് ഒരു ദിവസം എങ്ങനെ പിണങ്ങിയിരിക്കുക? ഒരു വീട്ടിൽ ഒരു വീട്, ഒരു ചുമര്, ഒരു അടുക്കള, ഒരു റൂം, അവിടെ ഭാര്യ ഭർത്താവ് 24 മണിക്കൂർ എങ്ങനെ പരസ്പരം നേരിട്ട് കണ്ടിട്ടുണ്ടാകും? എന്നെ പറ്റില്ല. സംസാരിക്ക് വെച്ചോ? അതാണ് ചോദിക്കുന്നത്. നടക്കും. എന്തിനാ ഈ പിണക്കം? പിണക്കത്തിനൊന്നൊരു കാര്യമില്ല. ഞാൻ പലപ്പോഴും എന്റെ ഭാര്യയോട് പറയാറുണ്ട്. ചിലപ്പോൾ അരമണിക്കൂറൊക്കെ 1 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ പിണങ്ങിയിരിക്കാറില്ല. ഞാൻ എന്റെ ഭാര്യയോട് 1 മണിക്കൂറിൽ കൂടുതൽ ഇതുവരെ പിണങ്ങിയിട്ടില്ല. കാരണം ഞാൻ വീട്ടിലില്ല. അത് എന്തിനും അള്ളാഹു തന്നതൊരു ചെറിയ ജീവിതം. 1 മണിക്കൂറൊക്കെ പിണങ്ങിയിരുന്ന് മിണ്ടുമ്പോൾ ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ആ ഒരു അള്ളാഹു തന്ന ആയുസ്സിൽ നിന്ന് 1 മണിക്കൂർ വെറുതെ പോയില്ലേ? റബ്ബ് നമുക്ക് ഒന്നിച്ച്, നമ്മളെ 2 പേരാണ് റബ്ബ് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് നമ്മൾ കൊച്ചു കേട്ട് നമ്മുടെ മക്കളുമായി താമസിച്ചു. നിസ്സാര കാര്യത്തിന് പിണങ്ങി മുഖം നിർപ്പിച്ചു. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ്സിൽ 1 മണിക്കൂർ വെറുതെ പോയില്ലേ? അപ്പോൾ കഴിയും. എന്തിന് സഹോദരങ്ങളെ? ഉള്ള ജീവിതം നന്നായിട്ട് സ്നേഹത്തോടെ. ഇത് കേൾക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ ഓർക്കും, പടച്ചനെ വാക്കവിയുടെ ഭാര്യ എന്ത് ഭാഗ്യവതിയാണ്. ഓളോട് ചോദിച്ചാൽ എന്റെ കഥ അറിയില്ല. ഇൻഷാ അല്ലാഹ് ഖുർആനിലെ കുടുംബം അല്ലെ താമരശ്ശേരി തരാം. ഖുർആനിലെ കുടുംബം ഫെബ്രുവരി 3-ാം തീയതി ഞാൻ ഈങ്ങാപ്പുഴയിൽ പറയുന്നുണ്ട്. അതിന്റെ ബാക്കി 8-9 ഫാത്തിമയിൽ അണ്ടിക്കോടി 2 ദിവസം ഇൻഷാ അല്ലാഹ് പറയുന്നു. ഫെബ്രുവരി 8-9 എല്ലാവരും ഫാമിലി ആയിട്ട് പോലെ ഫാമിലി ക്ലാസ്. ഈങ്ങാപ്പുഴ തുടക്കം, അതിന്റെ ബാക്കി അണ്ടിക്കോടി. 3 ദിവസം കൊണ്ട് അത് തീരും. ഖുർആനിലെ കുടുംബം 12 കുടുംബത്തെ ഖുർആൻ പറയുന്നത്. 12 കുടുംബം 3 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ എല്ലായിടത്തും കണക്റ്റായിട്ട് വരാം. വരുമോ? 8-9 ഫാത്തിമയിലെ പ്രസംഗം നടക്കുക. എന്റെ സ്ഥാപനത്തിൽ ഹാഫിളീങ്ങളായ 50 മക്കളുണ്ട്. അവരുടെ കൂടെ ഇരുന്നിട്ട് ദുആ ചെയ്യും. എല്ലാ ദിവസവും പറഞ്ഞാൽ 8-9 അണ്ടിക്കോട് ഫാത്തിമ ഖുർആൻ അക്കാദമി. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പെണ്ണും ആണും തമ്മിൽ, ഒരു പെണ്ണ് അവൾ ഭർത്താവിനോട് പിണങ്ങിയാൽ അവരുടെ സൽക്കർമ്മം അല്ലാഹു സ്വീകരിക്കുക. അതുകൊണ്ട് പിണങ്ങാൻ പാടില്ല. പിണങ്ങിയാൽ തന്നെ പെട്ടെന്ന് മിണ്ടണം. ചിലപ്പോ പോലെ പെട്ടെന്ന് മിണ്ടണം. എങ്ങനെ മിണ്ടിക്കും? ഭാര്യ പിണങ്ങി മിണ്ടുന്നില്ല, എന്ത് ചെയ്യും? മിണ്ടാനുള്ള വഴി ഞാൻ പറഞ്ഞത് അറിയില്ല. വഴി മിണ്ടാനുള്ള വഴി. ഭാര്യ പിണങ്ങി നമ്മൾ പോയി കയറിപ്പോയപ്പോ ഇങ്ങനെ മുഖമൊക്കെ വെപ്പിച്ച് പൊങ്കാല വെക്കണ കരത്തിന്റെ മൂടുമാരി പോലെയിരിക്കും.
നമുക്കൊന്ന് കടപ്പുറത്ത് പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല, ഒന്ന് സോപ്പിടാൻ നോക്കിയിട്ട് രക്ഷയില്ല. കടപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേ ഞാൻ നല്ല മഴപ്പുള്ളിക്കിരിക്കത്തിന്റെ കമ്മല് മേടിച്ചിടാൻ ഞാൻ വരുന്നില്ല. നല്ലത് ഭാര്യ അങ്ങോട്ട് ഇണങ്ങുന്നില്ല, ഭയങ്കര പിണക്കുക. അവളെ മിണ്ടിക്കാൻ ഒറ്റ വഴിയുള്ളൂ. പറഞ്ഞേരട്ടെ, അത് ഇന്നത്തെ ഭാഗത്ത് മുതലാ. പറഞ്ഞേരട്ടെ, എന്തെന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കാൻ നീ കാന്ന് പറഞ്ഞത്? ആരെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ചെയ്യണം? ആ പെണ്ണിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ അവളുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് താടയ്ക്ക് കൈ കൊടുത്തിട്ട് അവളുടെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കണം. അപ്പൊ ഭാര്യ ചോദിക്കും, അള്ളാഹ് നിനക്ക് എന്തൊരു ഗ്ലാമറാണ്. അപ്പൊ ചോദിക്കും, നിങ്ങൾ വെറുതെ പറഞ്ഞാണോ അതോ മിണ്ടാൻ പറഞ്ഞാണോ? സംഭവം എന്താ? ചിലപ്പോ ഗ്ലാമറൊന്നും കാണൂല, അമാവാസി ഇരുട്ടായിരിക്കും. പോയിട്ട് പറയുന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആയിഷ ബീവിയോട് പറയാറുണ്ടായിരുന്നു, അബൂബക്കറിന്റെ മകളെ, നീ എത്ര സൗന്ദര്യവതിയാ. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 3 ഞാൻ ഇങ്ങാപ്പുഴയിൽ കുടുംബജീവിതം പറയുന്നുണ്ട്. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും നരകം പറഞ്ഞതുപോലെ സ്വർഗം പറഞ്ഞതുപോലെ കുടുംബജീവിതത്തിന്റെ എത്ര തന്തികൾ, എത്ര കുടുംബങ്ങളാണ് ഈ വിഷയം കേട്ടൊന്നിച്ചു തീർന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ വിഷയത്തിന്റെ ഭാഗം 3ാമത്തെ വിഭാഗം തങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം തലയുടെ മുകളിലോട്ട് പോകാത്ത 3ാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയില്ലേ, വാഹവാനി മുത്തഹാസിമാനി, പരസ്പരം പിണങ്ങി കഴിയുന്ന 2 സഹോദരങ്ങൾ. അവരൊരു ഉമ്മയും ഒരു വാപ്പയുടെയും മക്കളാണ്. പരസ്പരം പിണക്കത്തിലാണ്, അവര് പരസ്പരം പിണക്കത്തിലാണ്. അവരത്ര സൽക്രമം ചെയ്താലും ആ സൽക്രമം അല്ലാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാം പ്രയാസമയം അനുവദിക്കുന്നില്ല. സഹാബത്തിന്റെ തിരുനബിയുടെ കൂട്ടുകാരുടെ 2ാമത്തെ സ്വഭാവം പരസ്പരം സ്നേഹിക്കാൻ കഴിയുക, പരസ്പരം അടുക്കാൻ കഴിയുക. ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോ നാളെ മരിച്ചുപോയി കഴിയുമ്പോൾ പിണങ്ങിയിരുന്നവൻ മരിച്ചുപോയി. 6 അടി മണ്ണിലേക്ക് അവൻ കടന്നുപോയി. 6 അടി മണ്ണിലേക്ക് കടക്കപ്പെട്ടവന് അവന്റെ കബറിന്റെ താരത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. 6 അടി മണ്ണിലേക്ക് പോയവനെ, നിന്നോടെനിക്കെന്ത് ശത്രുത, നിന്നോടെനിക്കെന്ത് ശത്രുത. 6 അടി മണ്ണിനടക്കം ചെയ്യപ്പെടേണ്ട ഈ ജീവിതത്തിന്റെ ഇടയിൽ എന്തിനീ മത്സരം, എന്തിനീ വൈരാഗ്യം, എന്തിനീ കുറുക്കി, എന്തിനീ വർഗീയത? പാടില്ല സഹോദരങ്ങളെ, പാടില്ല. ഒരച്ഛനമ്മയെ പോലെ ഒരു മഹലിന്റെ വീട്, ഒരു നാടിന്റെ വീട് ജനിച്ചു വീണ പരസ്പരം യോജിക്കേണ്ടവർ, പരസ്പരം അറിയേണ്ടവർ, പരസ്പരം നന്മയിലോട്ട് കടന്നു പോകേണ്ടവർ, പരസ്പരം പോരടിച്ചവന് ഒരൊറ്റ ഉപ്പയുടെ മക്കളെ പോലെ ചേർത്ത് പിടിച്ച ലോകത്തിന്റെ നായകനേ നബി മുഹമ്മദ് മുസ്തഫ. തമ്മീലിടഞ്ഞും അഹങ്കരിച്ചും കര് കൊത്തിപ്പറിച്ചും ചവച്ചും കുളച്ചാത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുള്ള ഉരങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. കൊള്ളും മരുക്കള് അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക. പരസ്പരം പോരടിച്ചവര് ഒന്നിച്ചു ചേർത്ത പ്രവാചകന്റെ ഈ പുണ്യമായ റബീല് ഈ പേരാമ്രജപരൂരിൽ വന്നവരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. എന്തിനീ മോനെ ഈ ശത്രുത? കൂടപ്പുറപ്പിനോട്, ഭാര്യയോട്, മക്കളോട്, ഉപ്പയോട്, ഉമ്മയോട് മിണ്ടാത്ത എത്ര നിരവധി ആളുകൾ. നീ എത്ര വലിയ കാവിയാണെങ്കിലും, നീ എത്ര വലിയ ഹാജിയാരാണെങ്കിലും, നീ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളാണെങ്കിലും, പരസ്പരം പിണങ്ങിയിരിക്കുന്നവരുടെ സൽക്കർമ്മം ഒരു ചാണ്ടുകളിലെ കള്ള സ്വീകരിക്കുകയില്ലെന്ന് ഇതേവരെ കള്ളം പറയാത്ത മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തിരുനബിയുടെ കൂട്ടുകാരനാവണോ? 2ാമത്തെ സ്വഭാവം ഉണ്ടാകണം. പരസ്പരം സ്നേഹിക്കുക. എത്ര പറഞ്ഞു?
ഈ വിഷയം കേട്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദ് തിരുനബിയുടെ കൂട്ടുകാരനാവാൻ ദുആ ചുമ്മാ അങ്ങടെ കൂട്ടുണ്ടാവില്ല. 2 സ്വഭാവം. ഒന്ന് ഇതാ കിടക്കുന്നു 10 വർഷം ചൂടാ ഒന്ന് ഞാൻ നിർത്തി ഇതിപ്പത് ചേർന്ന് തലയിൽ വെള്ളമൊഴിക്കണമാതിരി. ഒന്ന് ദീനിന്റെ എതിരാളികളോട് ശക്തമായ നിലപാടെടുക്കുക, അവരുടെ സംസ്കാരം നമ്മിലേക്ക് പെടാതിരിക്കുക. രണ്ട് പരസ്പരം സ്നേഹിക്കുമ്പോൾ സൂക്ഷിക്കുന്നുണ്ട്. സ്നേഹമില്ലാത്തവൻ മനുഷ്യനല്ല, അവൻ മൃഗമാണ്. മറ്റൊരുത്തരോട് വിട്ടുവീഴ്ച ചെയ്യാനും ഉദാരത നടത്താനും സ്നേഹിക്കാനും കഴിയാത്തവൻ മനുഷ്യനല്ല, അവൻ മൃഗമാണ്. ആന എപ്പോഴും കണ്ടാൽ ബുദ്ധിമുട്ട്, അവൻ കാട്ടാനയാണ്, മനുഷ്യനല്ല. അള്ളാഹു നമ്മളെ മനസ്സിലാക്കി തരട്ടെ. ആദ്യം അതിനു വേണ്ടി ചോദിച്ചേ, പിന്നെ മുട്ടൊക്കെയാത്ത അള്ളാഹു ആദ്യം നമ്മളെ മനസ്സിലാക്കി തരട്ടെ. 3 പറയട്ടെ, 3 ചെയ്യും ഇൻഷാ അല്ലാഹ്. ശരി, ഇവിടെ വെച്ച് എല്ലാ വൈരാഗ്യവും നിർത്തിയിട്ട് ഒന്നാവാൻ പറ്റും. ഇവിടെ വെച്ച് എന്താ ചിരിക്കുക? തയ്യാറുള്ളവർ കൈവെക്കും, ചുമ്മാ പൊക്കരുത്. പോയിക്കും പറ്റും. എന്റെ മനസ്സിൽ ഇപ്പൊ ആരോടും വിദ്വേഷമില്ല. അവർക്ക് പേര് വന്ന് പറഞ്ഞത് കബൂലാകട്ടെ. ശരി, താത്തി വെച്ച് കഴിഞ്ഞ് ഞാൻ ചോദിക്കും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ചാരയിരിക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, ഇപ്പൊ നമ്മുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കയറി വരും. അയാൾ സ്വർഗത്തിന്റെ ഉടമയാ, അവന് സ്വർഗം ഉറപ്പാണ്. സ്വർഗം കിട്ടാ സ്വർഗത്തിൽ എന്നവരെ സ്വർണ്ണം ഒരുക്കൊടുത്തവര് ഇപ്പൊ ഒരാൾ ഈ സദസ്സിലേക്ക് വരും, അവന് സ്വർഗം ഉറപ്പാ. സഹാബാക്കള് സ്വർഗം ഉറപ്പാക്കിയ മനുഷ്യനെ കാണാനിരിക്കുമ്പോ ഒളൂവിന്റെ വെള്ളം ശരീരത്തിലൂടെ മുടിയിലൂടെ ഇട്ടിച്ച് വീഴിച്ചുകൊണ്ട് ഒരു സഹാബിയാ സദസ്സിലേക്ക് കടന്നുകൊണ്ട് സഹാബത്ത് പറയുകയാണ്, ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഞങ്ങൾ തുറച്ചു നോക്കി, അയാൾക്ക് സ്വർഗമുറപ്പാണെന്ന് നബി തങ്ങൾ പറയാനല്ല. കാരണം എന്താ? അലി റളിയല്ലാഹു അൻഹു അയാളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോയി, ഞാൻ ആരുമില്ലാത്തൊരു അഭയാർത്ഥിയാണ്, 3 ദിവസം നിങ്ങളുടെ വീട്ടിലൊന്ന് താമസിച്ചു കൊള്ളട്ടെ, അവർക്ക് സ്വർഗം കേട്ടാൽ പിന്നെ സ്വർഗം കിട്ടണം. ഈ മനുഷ്യന് സ്വർഗമുറപ്പാണെന്ന് നബി തങ്ങൾ പറയാൻ ഇയാൾ ഏത് സൽക്കർമ്മമാണ് ചെയ്യുന്നതെന്നറിയണം. പാതിരാത്രി അലി റളിയല്ലാഹു തആല ഉറക്കമളച്ച് കാത്തിരുന്നു. ആ സമയത്ത് ഈ മനുഷ്യൻ ഉറങ്ങുകയാണ്. കഷ്ടമല്ലാതെ ചൊല്ലുന്ന ദിക്റുകളല്ലാതെ തഹജ്ജുദല്ലാതെ ഇയാൾ പ്രത്യേകം ഒരു സൽക്കർമ്മം ചെയ്യുന്നത് കണ്ടില്ല. 3ാമത്തെ ദിവസം ശരിയാണ് നിങ്ങള് അലി റളിയല്ലാഹു തആല ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് സ്വർഗമുറപ്പാണെന്ന് പറഞ്ഞല്ലോ, സാധാരണ ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തെ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ഈ സ്വർഗം കിട്ടാനുള്ള കാരണം എന്താ? ഓ സമയത്താ സഹാബി പറഞ്ഞ മറുപടി, ഈ മത്സരത്തിന്റെ വിദ്വേഷത്തിന്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ആ സഹാബി പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ സദക്ക ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രത്യേകമായി അവകാശപ്പെടാനുള്ള ഒരേ ഒരു ഗുണമേടെന്നറിയോ? അദ്ദേഹം തന്നെ നെഞ്ചിന് പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളോടും എനിക്ക് പകയില്ല, അതുകൊണ്ടാണ് റബ്ബ് എനിക്ക് സ്വർഗം നൽകുന്നതെന്ന് പറയുമ്പോ ഈ പേരാമ്പയിൽ പാതിരാത്രിയിൽ ഈ അവശതയുടെ ഇടയിൽ ഞാൻ വന്നത് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് കബൂലാക്കട്ടെ. കുവൈറ്റിൽ 8 വാക്ക് പറയുമ്പോ മാറി നിന്ന് 2 പേർക്ക് ഒന്നാകാൻ കഴിയുന്നെങ്കിൽ എന്തേ നമുക്ക് കഴിയുന്നില്ല? ഈ സമയത്ത് ഈ സദസ്സിലിരുന്നിട്ട് നിനക്ക് സ്വർഗമുറപ്പാക്കാം, പക്ഷേ നിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്തായി വലതുഭാഗത്തായി ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള നിന്റെ ഹൃദയം എന്നൊരവയവമുണ്ട്. ആ അവയവത്തിന്റെ ഉള്ളിൽ നിന്ന് വിദ്വേഷത്തെ കഴുകി കളയുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ഈ സദസ്സിൽ വെച്ചിട്ട് ആണും പെണ്ണുമടക്കം എനിക്ക് സ്വർഗം വേണം, അതിനെന്റെ ഹൃദയത്തിന്റെ വൈരാഗ്യം തടസ്സമാണ്, അത് ഞാൻ ഇതാ മാറ്റിക്കളയുമെന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, ചെറിയവനോ വലിയവനോ ആകാനല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി എന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ഞാനത് മാറ്റിക്കളയുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് സാറേ ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്ന് കൈവന്തിക്കാൻ
ആർക്കാ സ്വർഗം വേണ്ടത്? എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ മുതൽ ഒരാളോടും വൈരാഗ്യമില്ല. ഉറപ്പിച്ചിട്ട് കൈവെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൈവെക്കുക. ഉറപ്പിച്ചിട്ട് കുരത്തക്കുതിർ പൊക്കിപ്പിടിച്ചു. അള്ളാഹു കബൂലാക്കട്ടെ. എനിക്കിത് മതി. പൈസ എത്ര കിട്ടിയെന്നുള്ളത് എന്റെ വിഷയമല്ല. അള്ളാഹു കബൂലാക്കട്ടെ. ബാക്കി കൈകെട്ടിയവനൊക്കെ വിദ്വേഷമുള്ളവര് ഒന്നുകൂടി കൈവെക്കും. ഒന്നുകൂടി നോക്കട്ടെ. അള്ളാഹു കബൂല. ആ ഉറപ്പുള്ളവർ മാത്രം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഈ സ്റ്റേജിൽ ആരും പൊക്കിയില്ല. അപ്പൊ അതേ സ്റ്റേജിൽ എല്ലാവരും ഞാൻ പൊക്കിയില്ലോ. അപ്പൊ എല്ലാരും വെക്കണം. അള്ളാഹു കബൂലാക്കട്ടെ. ഇത് രാഷ്ട്രത്തിന്റെ പടച്ചതും പുരാണത്തിന്റെയാണ് സത്യം. ഈ ഹൃദയത്തിനുള്ളവരോട് നിങ്ങളുടെ ദേഷ്യം പോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം പിണങ്ങി രണ്ട് മാറ്റി നമ്മുടെ സൽക്കരം അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ നമ്മുടെ സ്വർഗത്തിലെ അമലാക്കി അള്ളാഹുവിനെ സ്വീകരിക്കട്ടെ. സന്തോഷമാണ് എനിക്ക്. വല്ലാഹി എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളോട് പോലും എനിക്ക് പകയില്ല. ഉറപ്പിച്ചു പറയാൻ സാമർഥ്യമെന്ന് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളോട് പോലും എന്റെ ജീവിതത്തിൽ വല്ലാതെ എന്നെ നോവിച്ചവരുണ്ട്. ഇന്ന് അവരൊക്കെ അമ്മാന്നൊരക്ഷരം ഞാൻ ഒരാളോട് എതിർത്തും പറഞ്ഞിട്ടില്ല. അവരെ കണ്ട ഇപ്പോഴും ഞാൻ പുഞ്ചിരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നെ വാതിലിന് വിളിച്ചുകൊണ്ട് പോയിട്ട് പച്ചവെള്ളം തരാതെ എന്നെ വാതിലിന് ഈ അടുത്തത് 6 മാസം മുമ്പ് എന്നെ വാതിലിന് വിളിച്ചുകൊണ്ട് പോയിട്ട് സമയത്തെത്താൻ വേണ്ടി എനിക്ക് 106 ഡിഗ്രി പനി വന്നിട്ട് സർവ്വ പരിപാടിയും ക്യാൻസലാക്കി 10 ദിവസം. ഒരു കുട്ടിന് വന്നിട്ട് വന്നേ പറ്റുന്ന വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്ന് 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മണിക്ക് പരിപാടിക്ക് കയറണം. ഉച്ചയ്ക്ക് വിശന്നിട്ട് ചോറ് തിന്നാതെ 5 മണിക്ക് അവിടെ ഒന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ചോറ് പോലും കഴിക്കാതെ രാവിലെ ഒരു ചായയും കുടിച്ചിട്ട് വന്നത് ഞാൻ 8 പരിപാടിയുടെ ആത്മാർത്ഥത. ഞാൻ അവിടെ പോയി 106 ഡിഗ്രി ആയിട്ട് പനിയായിട്ട് പ്രസംഗിച്ചു. ഒരു പച്ചവെള്ളം അവർ തന്നില്ല. എന്റെ ഇടയിൽ എന്റെ ശബ്ദം കട്ടായി. 106 ഡിഗ്രി പനിയുള്ളവരെങ്ങനെ ബക്കറ്റ് കൂടെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ ശബ്ദം കട്ടായി. ഞാൻ നിർത്തി ഇറങ്ങി. അവരെന്നോട് ഉസ്താദ് വന്നവിടെ ഇരുന്നാൽ മതി പ്രസംഗിക്കാനാണ് എന്നെ കൊണ്ടുപോയത്. 3/4 മണിക്കൂർ പ്രസംഗിച്ചു. ബക്കറ്റ് തീരാറായപ്പോൾ എന്റെ ശബ്ദം കട്ടായി. ഞാൻ ഇറങ്ങി. അവരുദ്ദേശിച്ച ബക്കറ്റ് കിട്ടാതിരുന്നിട്ട് എന്നെ കുറിച്ച് പറയാവുന്നതിന്റെ ഒന്നും ഞാൻ ചെയ്തില്ല. പരമാവധി ഞാൻ ഇറങ്ങിയപ്പോ എന്റെ വണ്ടിയിൽ അടിച്ച് ജീവിതത്തിൽ എന്നെ വല്ലാതെ ദ്രോഹിച്ചവരുണ്ട്. അവരുടെ മുറ്റത്ത് പോയി ഞാൻ പ്രസംഗിച്ചിട്ട് പോലും കാമാന്നൊരക്ഷരം പറഞ്ഞില്ല. ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ചിന്തിക്കുക. നിങ്ങൾ വിചാരിക്കും വാക്കവയ്ക്ക് വലിയ സുഖമാണ്. വാതിന് മുന്നോട്ട് പച്ചവെള്ളം തരാതെ വിട്ടവരുണ്ട്. ഇല്ല സഹോദരങ്ങളെ, എനിക്ക് എന്റെ റബ്ബിന്റെ ആഹ്റം മതി. അള്ളാഹു അതിക്ക് അനുഗ്രഹിക്കട്ടെ. വാതിന് കൊണ്ടുപോയിട്ട് പച്ചവെള്ളം തരാതെ വിട്ടവരുണ്ട്. 10 ലക്ഷം തന്നു വിട്ടവരുണ്ട്. ഈ തന്നവരോട് കുമ്പിടുകയോ തരാത്തവരോട് വൈരാഗ്യം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഇത് റബ്ബിന്റെ വഴിയാണ്. ഒരാളെ എനിക്ക് കിട്ടി, അവര് പച്ചവെള്ളം തന്നില്ലെങ്കിൽ എനിക്കെന്ത് തരണമോ അത് അള്ളാഹു എനിക്ക് തരും. കോഴിക്കോട് കടപ്പുറത്ത് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഒരു ഇന്നോവ കാർ എനിക്ക് തരണമെങ്കിൽ അതെന്റെ പിതാവല്ല, എന്റെ സഹോദരനല്ല, കൂടപ്പുറപ്പല്ല. ഞാൻ കണ്ണങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് 2 മാസത്തിൽ കൂടുതലായിട്ട് 2 മാസം. ആ 2 മാസത്തിന്റെ ഉള്ളിൽ വലിയ ബന്ധമൊന്നുമില്ല. 2 മാസം. ആ 2 മാസത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ഈ സമയത്ത് കോയമ്പത്തൂർ പോയിട്ട് വണ്ടിയുമായിട്ട് എന്നെയും കൊണ്ട് ഇവിടം വരാൻ ആ മനുഷ്യൻ ഇത്രയും സമയം കൊണ്ട് 1 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നതാണ്. അള്ളാഹു സ്വർഗം വരെ തരട്ടെ. ഒരു ഉമ്മയുടെ അള്ളാഹു വിശുദ്ധിയാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തെങ്കിലും ഞാൻ പറയുകയാണ്. ഒരാളോട് പൈര നിങ്ങൾക്ക് നിസ്കാരം കുറവാണ്, ദിക്ർ കുറവാണ്. നിസ്കാരം കളാക്കരുത്. ദിക്ർ കുറവാണ്, സൽക്കർമ്മം കുറവാണ്. സഹോദരങ്ങളെ സഹോദരിമാരെ, റബ്ബിന്റെ സ്വർഗത്തിലെത്താൻ പറ്റുന്ന ഏറ്റവും വലിയ അമല് ഒരാളുടെ ശത്രുവിനെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുക. എന്നിട്ട് നീ എന്ത് ചെയ്യണം? നിനക്ക് ആരോടും വൈരാഗ്യമില്ല. മൂന്നാമത്തെ പറഞ്ഞിട്ട് മൂന്നാമത്തെ എന്നിട്ടാ പാവങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? പാതിരാത്രിയിലെപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു കുഴിയിലും സുജൂദിലുമാ. ആ തിരുനബിയുടെ കൂട്ടുകാരുടെ മൂന്നാമത്തെ സ്വഭാവം എന്താ? ഒരാളോട് വിദ്വേഷമില്ല, സാഹോദര്യമാണ്. റബ്ബിന്റെ ദീനിന്റെ ശത്രുക്കളോട് വിരോധമാണ്. പക്ഷേ വത്തറാകും ശുദ്ധത. ഏത്
ഏത് സമയത്തും പാതിരേ സമയത്ത് പാതിരാ സമയത്ത് റബ്ബിന്റെ മുമ്പിൽ സുജൂദിലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെറ്റിയിൽ നിസ്കാരത്തരം ഉണ്ടാക്കി പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അറിയോ പെങ്ങളെ, സുജൂദ് വർദ്ധിപ്പിക്കുക. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, അവരുടെ വിവാഹത്തിന്റെ ആദ്യ ദിവസമാ. അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കാത്ത് പാതിരാ സമയത്ത് മണിയറയിലിരിക്കുമ്പോ ഫാത്തിമയെ കാണുന്നില്ല. എവിടെ പോയി പെങ്ങളെ ഫാത്തിമ? എവിടെ പോയി പെങ്ങളെ ഫാത്തിമ? എവിടെ പോയി പെങ്ങളെ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹ മണിയറയിലാത്തിലെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴാ രാത്രിയിലും മണിയറയിലെ രാത്രിയിൽ വിളിച്ചു, ഫാത്തിമ ഫാത്തിമ എന്തേ വരുന്നില്ല ഫാത്തിമ? അലിയാര് തങ്ങളെ, നാളെ ഫാത്തിമ മരിച്ചിട്ട് ആരുടെ മണ്ണിലേക്ക് കൊണ്ടുപോയി മരത്തിൽ കിടത്തിയിട്ട് ഫാത്തിമയുടെ മുകളിലേക്ക് മണ്ണിട്ട് വാരിയിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ ഈ ഫാത്തിമ കബറിന്റെ ഉള്ളിലാ. ആ സമയത്ത് ഫാത്തിമയുടെ അടുക്കലേക്ക് മുൻകരന്റെ കീഴിൽ കടന്നു വരില്ലേ? മണ്ടപ്പ് കാത് ചോദിക്കുമ്പോ ഫാത്തിമയ്ക്ക് മറുപടി പറയാതെ നാളെ കബറിന്റെ അവസ്ഥ ഒത്തിട്ട് ഞാൻ കരയുകയാണ്. എനിക്ക് ഈ മണിയറയിൽ സുഖിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് മണിയറയുടെ ആരാധനാത്തിൽ പോലും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണു ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ. تركا فراشهما وكما في الدجى يتلذذان بطاعة الرحمن ثم آخر القرار الدنيا وما فيها من العيش اليسير الفاني. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഫാത്തിമ, നിന്റെ മണിയറയുടെ അടുത്ത് ഒരു മുസല്ല കൂടി വിരിക്കുക. ആ മുസല്ലയുടെ പാതിരാ സമയത്ത് നിസ്സാരമായ കാര്യം പറഞ്ഞ് നിസ്കാരങ്ങളാക്കുന്നവരെ, ചെറുപ്പക്കാരി ജീവിതം കണ്ടിരിക്കുമ്പോ ആ ജീവിതത്തിന്റെ ഒളിച്ചോട്ടത്തിന്റെ ഇടയിൽ നിസ്കാരങ്ങളാക്കുമ്പോ തിരുനബിയുടെ കൂട്ടുകാരുടെ സ്വഭാവമേടാ. വിവാദത്തിന്റെ പോലും പശ്ചിമത്തയിലെ കിടക്കാറ് പാതിരാത്തില് പടച്ചിറപ്പിക്കണമെന്ന് നാളെ കിടക്കേണ്ട മൺകുടീരത്തെ ഓർത്തിട്ട് നാളത്തെ കബറിനെ ഓർത്തിട്ട് കബറിന്റെ ആരം സ്നേഹിതാനീ നോക്ക്, അത് നിന്നെ നല്ല ഇറക്കരുമോ ഒന്നോർക്ക്. ആറില് നിന്നെ കൊണ്ടുപോയ ചെറുപ്പക്കാരാ, ഈ ആരോഗ്യം നശിക്കുമെടാ, ഈ സമ്പത്ത് നശിക്കുമെടാ. എല്ലാം നഷ്ടപ്പെട്ട് ആരുമില്ലാതെ സൗദി അറേബ്യയിൽ റിയാദുകൾ വന്നത് അവിടുത്തെ ഒരു സൗദി പൗരന് 1 ലക്ഷം ദീനാറ് കൊടുത്തിട്ട് എന്തിനെന്നറിയോ? വ്യാഴാഴ്ച രാത്രിയിലെ സൗദിയിലെ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള 2 സൗദി അവധികള് അവര് വ്യാഴാഴ്ച വൈകുന്നേരം മരുഭൂമിയിലെ ഡെസേർട്ട് സഫാരിക്ക് പോവുകയാ. ഏറ്റവും വലിയ ടൊയോട്ട കമ്പനിയുടെ വിശ്വസ്തമായ ലാൻഡ്രൂസിൽ കയറിയിട്ട് 2 കോടികൾ ബാങ്കിലൊക്കെ ഉള്ള സൗദി പൗരന്മാര് അവര് ഡെസേർട്ട് സഫാരിക്ക് പോവുകയാ. ഡെസേർട്ട് സഫാരിക്ക് പോയി അവസാനം അറിയാതെ സഹോദരങ്ങളെ വണ്ടികളായി ഏറ്റവും ഗ്യാരണ്ടിയുള്ള ടൊയോട്ടയിലെ വാഹനം കേടായി. റബ്ബിന്റെ തീരുമാനം വന്നാ പിന്നെ നടക്കാത്തതേടാ. ഏത് കമ്പനിയുടെ വിശ്വസതേടാ? പാതിരാ സമയത്ത് വഴി തെറ്റിയിട്ട് മരുഭൂമിയിൽ വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല. അവിടെ വാഹനം കേടാകുമ്പോ അവസാനം സൂക്ഷിച്ചു വെച്ച വെള്ളം തീർന്നു, കൊടുക്കാൻ വെള്ളമില്ല. സൂര്യൻ ചുട്ടുകൊള്ളുകയാണ്. വാഹനത്തിന്റെ അയറുകയറ്റി ഓണാക്കി അവസാനം ഡീസൽ വീണപ്പോ വാഹനവും ഓഫായി. കുടിക്കാൻ വെള്ളമില്ല, വിളിക്കാൻ മൊബൈൽ റേഞ്ചില്ല. ആരുമില്ലാത്ത മരുഭൂമിയിൽ ആ വാഹനം ഓഫായി, AC ഓഫായി. അവസാനം ഒരു തുള്ളി വെള്ളമില്ലാതെ, ഒരു തുള്ളി പച്ചവെള്ളം കിട്ടാതെ അറിയാതെ ബാങ്കിന് കോടികൾ വരുമാനമുള്ള ആ സൗദി അറബികള് 3 പേരാണ്. 2 പേര് വെള്ളം കിട്ടാതെ പരസ്പരം കെട്ടിപ്പിടിച്ച് പിടഞ്ഞു മരിക്കുമ്പോ 3ാമൻ അവസരമായി കിടക്കുകയാ. കൂട്ടുകാരെ കാണാതെ പോലീസിന് ഇൻഫർമേഷൻ ചെയ്യുമ്പോ സഹോദരങ്ങളെ സൗദി പോലീസ് വരുമ്പോ വിശാലമായ മരുഭൂമിയിൽ ഒരു തുള്ളി പച്ചവെള്ളം കിട്ടാതെ, ഒരു തുള്ളി
ഭക്ഷണം കിട്ടാതെ കോടിക്കുന്ന കോടീശ്വരന്മാര് മരിച്ചു കിടക്കുകയാ. എന്തേ മനുഷ്യ മനസ്സിലാകുന്നില്ല? അത് സൗദിയിലെ അറബിയല്ലേ ഉസ്താദേ? അത് ഞങ്ങൾക്ക് ബാധകമാണോ? തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ? അടരാടനിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ? തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ? അടരാടനിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ? തെങ്ങിന്റെ തെങ്ങോല താഴോട്ട് വീഴുമ്പോ, പഴുത്ത പോലെ താഴോട്ട് വീഴുമ്പോ പച്ച പോലെ ചിരിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞാൽ ഞാനിങ്ങനെ വീഴുമെന്ന് പച്ച പോലെ അറിഞ്ഞില്ല. ഈ പച്ച പോലെ ഹറാമിലൂടെ കടന്നുപോയി കോടികൾ വാങ്ങിയിട്ട് വെക്കുകയാ, കോടികൾ വാങ്ങിയിട്ടുണ്ടാക്കുകയാണ്. ഇതാർക്ക് വേണ്ടിയാണ് ഈ കോടി? ആർക്ക് വേണ്ടിയാണ് ഈ ലക്ഷ്യം? പൊന്നുമോനെ പട്ടുനൂൽ പുഴുവാകരുത്, പൊന്നു പെങ്ങളെ പട്ടുനൂൽ പുഴുവാകരുത്. അതിമോഹമായി ധനം സംഭരിച്ചാൽ പിന്നെ അവൻ പട്ടുനൂൽ പുഴു പോലെ ചാകൽ തന്നെ. ഓർത്തിരിക്കാൻ ഒരൊറ്റ വാക്യം, ഓർത്തിരിക്കാൻ ഒറ്റ വാക്യം. എന്തിനീ കൂടി, എന്തിനീ ലക്ഷ്യം? മക്കൾ പട്ടിണിയില്ലാതെ ജീവിക്കണം, മാന്യമായൊരു വീട് വേണം, സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം. അതിനപ്പുറം ഇതെന്തുണ്ടാക്കാൻ? അതിമോഹമാതരം സംഭരിച്ചാൽ പിന്നെ അവൻ പട്ടുനൂൽ പുഴു പോലെ ചാകൽ തന്നെ. വല്ലാത്ത ധനമോഹം വന്നിട്ട് പഴമുണ്ടാക്കിയാൽ അവൻ മരിക്കുമ്പോ പട്ടുനൂൽപ്പുഴു ചത്തുപോകുന്നത് പോലെ ചത്തുപോകും. പട്ടുനൂൽപ്പുഴു നല്ല സുന്ദരമായ പട്ടുവസ്ത്രം നെയ്യാനുള്ള നൂലിങ്ങനെ ചുറ്റുകയാണ്. പട്ടുനൂൽപ്പുഴു ചുറ്റുന്നത് സ്വന്തം ശരീരത്തിലാണ് വിലപിടിപ്പുള്ള നൂല് ചുറ്റുന്നത്. ഈ വിലപിടിപ്പുള്ള നൂല് സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ വരിഞ്ഞു കെട്ടി നമ്മളെ പോലെ പണം ഇങ്ങനെ കൂട്ടിവെച്ച് അവസാനം പിന്നെയാണ് എല്ലാം വരിഞ്ഞിരുന്നപ്പോഴാണ് പട്ടുനൂൽപ്പുഴുവിന് മനസ്സിലായത്, അല്ലാഹുവേ, ഞാൻ ഉണ്ടാക്കിയ പട്ടുനൂല് കൊണ്ട് എന്റെ സ്വന്തം ശരീരത്തെയാണ് ഞാൻ വരഞ്ഞു വെച്ചത്. ഇനി എങ്ങനെയാണ് വെളിയിൽ കിടക്കുക? താൻ വരഞ്ഞു വെച്ചുണ്ടാക്കിയ പട്ടുനൂല് കൊണ്ട് ആ പട്ടുനൂൽപ്പുഴു കിടന്നിട്ട് പെടഞ്ഞ് ചാവുകയാണ്. അത് ചത്തു കഴിയുമ്പോ ആളുകൾ വന്നു ഈ മൂലങ്ങൾ അഴിച്ചെടുത്തു. അവൻ സുന്ദരമായ പട്ടുവസ്ത്രം ധരിച്ചിട്ട് നടക്കുകയാണ്. പട്ടുനൂൽപ്പുഴുവാണെങ്കിലോ ഇതിണ്ടാക്കിയ പട്ടുനൂൽപ്പുഴു വെറുതെ ചത്ത് കീടമായിട്ട് മണ്ണിലേക്ക് ചേരുകയാ. ദാ ബുദ്ധിശൂന്യന്മാരെ, ഉണ്ടാക്കിയത് കൊണ്ട് വാപ്പ പോയി പള്ളിക്കാട്ടിൽ കിടന്നു. വാപ്പ സമ്പാദിച്ചതെന്ന് മക്കള് പട്ടച്ചാരായം അടിക്കാൻ തുടങ്ങി. ആ മക്കള് പള്ളിയിൽ കയറിയില്ല. അവൻ ആ പൈസ പെണ്ണിനും മണ്ണിനും കൊടുത്തു. പള്ളിക്കാട്ടിൽ കിടന്നിട്ട് വാപ്പ കരയാൻ തുടങ്ങി. തമറു അക്കാരി ജനപാതി കബരി കാരി വീരമിയരി പൂരി يقتسمون مالي فما يأتون عند ذنوبي. റബ്ബേ, എന്റെ പൊന്നുമക്കള് നാട്ടിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ വാപ്പുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് അവരിങ്ങനെ അടിച്ചു പൊളിച്ച് നടത്തുമ്പോ പള്ളിക്കാട്ടിൽ കിടക്കുന്ന വാപ്പയെ അവര് തിരിച്ചറിഞ്ഞില്ലല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തിരുനബിയുടെ കൂട്ടുകാരുടെ നാലാമത്തെ ഗുണം അവര് ചെയ്യുന്നതെല്ലാം പവിത്രത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയാ. അള്ളാഹു നൽകട്ടെ. ഒരു സഹോദരി ഒരു സ്വർണ്ണവള ഊരി തന്നു. ഇൻഷാ അല്ലാഹ് മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ എല്ലാവരും എന്നെത്തിക്ക്. ഇനി ഇതിഹാസം പറയുക സലാത്ത് മുടങ്ങും. അവിടെ തന്നെ നിന്നോളെ. അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഒരു 15 മിനിറ്റ് നിൽക്കാൻ തടസ്സമുണ്ടോ? റബ്ബേ സ്വീകരിക്കണേ അല്ലാ. സഫിയാസീസ് കരിമ്പിൻകോയിൽ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ബുദ്ധിമുട്ടുള്ളവരിരുന്നാണോ? നിന്നോ. എന്റെ അവസാനത്തെ ദുആ നിന്നിട്ടാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ദുനൂബി നിന്നിട്ടാണ്. റബ്ബ് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. 1,06,666 രൂപ
റബ്ബേ സഫിയാസീസ് എന്ന സഹോദരി മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാനാണ് റബ്ബേ. നാളെ ഉമ്മ മരിച്ചു കിടന്നാല് ഉമ്മയെ മറക്കാത്ത മക്കളാക്കണയല്ലോ, ഹാഫിളീനായ മക്കളാക്കണയല്ല. ഒരു ഹാഫിളിന്റെ മാതാപിതാക്കളുടെ തലയിൽ അല്ലാഹു സ്വർണ്ണത്തിന്റെ കിരീടം വെച്ചു കൊടുക്കും. റബ്ബേ ആ സ്വർണ്ണ കിരീടം നൽകണയല്ലോ. നാളെ ഉമ്മയുടെ കൈപിടിക്കുന്ന പൊന്നുമക്കളാക്കി കൊടുക്കണയല്ലോ, പൊന്നുമക്കളാക്കി കൊടുക്കണയല്ലോ. നാളെ ഉമ്മയുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന 6666 ആയത്തുകളെ കാണാതെ പഠിച്ച ഒരു ഹാഫിളാക്കണയല്ലോ. 10 പേരായി അവസാനം 11-ാമത്തെയായി 1,06,666 രൂപ. ബഹുമാനപ്പെട്ട സക്കറിയ വൈദ്യന്റെ കാതിൽ വന്ന് പറഞ്ഞതെന്തെന്നറിയോ? അത് അത്ഭുതമാണ്, പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാഹുവേ, അല്ലാഹുവേ നീ കബൂലാക്കണയല്ല, നീ കബൂലാക്കണയല്ല. പടച്ചവനെ ഈ പാവപ്പെട്ടവനെ നീ നന്നാക്കി തരണേ തമ്പുരാനെ. അത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല.